എല്ലാവർക്കും ഒരു പുതിയൊരു ജെല്ലാക്സാം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കണു. നമ്മുടെ മറ്റേ ഷോർട്സ് ഇട്ടായിരുന്നു നമ്മളൊരു 2.0 ഹാൻഡ് മെയ്ഡ് ബസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടേക്കുവാണ്. അപ്പോൾ എന്തായിരുന്നു വലിയൊരു മാറ്റമാണ് വന്നേക്കണത്. ഇവിടെ ലൈറ്റ് ഇങ്ങനെ ഇവിടെ ലൈറ്റിൻ്റെ ഇവിടെ ബോർഡർ പോലെയൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ബോർഡർ പോലെയൊക്കെ ഇവിടെ കൊടുത്തു. പിന്നെ പിക്ചറിനെയും കൂടെ ആട്ടി ഇവിടെ കുറച്ച് അതൊക്കെ ഞാൻ വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ മറ്റേ ഗ്രില്ല് ഇവിടെ ഇങ്ങനെയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു. അത് നമ്മളിവിടെ മാറ്റി ഇങ്ങനെ കുറച്ചാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ സൈലൻറ്റ് കില്ലർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറയാം. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഒരു ചുവന്ന കളറൊക്കെ സെറ്റപ്പ് പോലെയാണ്. പക്ഷെ നമ്മൾ ശരിയാക്കി കുറച്ച് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ രണ്ട് സൈഡിൽ ഇവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മൗണ്ടൻ ഡ്യൂവിൻ്റെ അത് സാധനമില്ലേ ഗൈസ്, അത് ഞാൻ വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മുടെ വൈപ്പർ പുതിയൊരു വൈപ്പർ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബീസ്റ്റ് എന്നുള്ളത് അഡീഷൻ നെയിമായിട്ട്. പിന്നെ ഇവിടെ ആദി GT നമ്മുടെ ട്രാവൽ ഹബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ പേര് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതായത് ഈ കൺട്രിയുടെ പേര് മറന്നു അങ്ങനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചുമ്മാ ഒരു ഡിസൈൻ ബ്ലാക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് ഡോറിൻ്റെ ഇവിടെ വരാണ് നമ്മൾ മറ്റേ GTA 5 ഗ്രാൻഡ് തെഫ്റ്റ് വാർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ തെഫ്റ്റ് വാറും പോട്ടെ ഗൈസ്, ഗ്രാൻഡ് തീഫ് ഓട്ടോ എന്ന് പറഞ്ഞാൽ മറ്റേ അത് ആ സ്റ്റിക്കറൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഞാൻ ഗ്രാഫിക്സ് മേടിച്ചപ്പോൾ അതിനകത്തുനിന്നൊരു ഭാഗം പോലെ കിട്ടിയാണ്. അപ്പോൾ ഞാനത് വെട്ടിയിട്ട് ഒട്ടിച്ചാണ്. പിന്നെ നമ്മൾ ഈ ഡോറ് ഫുൾ മാറ്റിയിട്ടുണ്ട്. ഈ നമ്മൾ ശരിക്കും കാണുന്ന BS6 ഇല്ലേ ഗൈസ്, മറ്റേ അസ്ത്ര V6 അതുപോലത്തെ ഡോറാക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ നമ്മുടെ അഡീഷൻ നെയിമായിട്ടുള്ള ബീസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ ഈ വശമൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ പുറകുവശത്തും മാറ്റിയിട്ടുണ്ട്. പുറകുവശത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് ആദ്യം മണ്ടവശത്തോട്ട് പോവാം. മണ്ടവശത്ത് പോകുമ്പോൾ ഇവിടെ പറഞ്ഞായിരുന്നു ബോർഡർ വെച്ചിട്ടുണ്ടെന്ന്. നമ്മളപ്പോൾ ഇവിടെ ഇങ്ങനെ മറ്റേ ഇത് നമ്മൾ ഓൾറെഡി ഉള്ളായിരുന്നു. ഈ ഭാഗമൊക്കെ ഓൾറെഡി ഉള്ളായിരുന്നു. ഇത് നമ്മൾ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുവാണെങ്കിൽ ഇവിടെ DNMX എന്ന് പറഞ്ഞിട്ട് നമ്മളാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും ആ ഡോറൊക്കെ മാറ്റിയിട്ടുണ്ട്. തുറക്കാൻ പറ്റണം കേട്ടോ ഗൈസ്. പിന്നെ ഈ തുറക്കാൻ പറ്റണം. തുറന്നിട്ട് നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഈ കാണുന്ന സ്റ്റീറിങ് നമ്മൾ കുറച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഡീസൻ്റായിട്ട് ബീസ്റ്റ് പിന്നെ ടയർ ഇവിടെ അവിടെയായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അതൊക്കെ പറിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോരോ സൈഡ് പോലെയായിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഡോറ് തുറന്ന് കാണിച്ചു തരാം. ഇപ്പുറത്തെ ഡോറ് നമ്മളിങ്ങനെ തുറന്നിട്ട് ഇത് കുറച്ച് പണിയാണ്, ടൈറ്റായിട്ട് അടച്ചു വെച്ചേക്കണം, അതാണ്. അപ്പോൾ തുറന്ന് നമ്മളിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുറക്കാൻ, വേണമെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കാൻ പറഞ്ഞാൽ ചുമ്മാ ഒരു സെറ്റപ്പായിട്ടാണ് കയറ്റി വെക്കണം. നമ്മൾ നോർമലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ മറ്റേ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അസ്ത്ര പോലെയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഡോറ് തുറന്ന് ഇങ്ങനെ ഇടുമ്പോൾ താഴെ നിന്നൊരു സാധനം വരില്ല. ഈ സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം. അടച്ചോക്കട്ടെ. താഴെ നിന്നൊരു സാധനം പോലെ വരും ഗൈസ്. അത് ഭയങ്കര പൊടിക്കാനായിട്ട് എടുക്കാൻ. ഇപ്പോൾ എടുക്കട്ടെ. ഇപ്പോൾ താഴെ നമ്മൾ കമ്പി പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റിങ്ങനെ ചവിട്ടിക്കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ ഞാൻ അങ്ങോട്ട് തിരിച്ച് കാണിച്ചാൽ ഇവിടെ നമ്മളിങ്ങനെ ഒരു കമ്പി പോലെയൊക്കെ കൊടുത്തിട്ടാണ് സെറ്റാക്കി. ഇവിടെ നമ്മൾ ഇങ്ങനെ കമ്പി പോലെ ആക്കിയിട്ട് ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കും. അത് നമ്മളിങ്ങനെ കമ്പി പോലെ ഇവിടെ കമ്പി ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് കയറ്റി വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇവിടെ അടിഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ ഹൈ വോൾട്ട് വാട്ടർ ഇങ്ങനെ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ചല്ലാതെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചു. പിന്നെ ഇവിടെ ആയിട്ടൊരു ഒരു അഡ്ജസ്റ്റ് പോലെ കൊടുക്കണം. അത് പിന്നെ നമുക്ക് കൊടുക്കണം അത്. പിന്നെ ടയറിൻ്റെ കാര്യത്തേക്ക് വരുവാണെങ്കിൽ ടയർ നമ്മൾ ഇവിടെ കുറച്ച് സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ ഇവിടെ ഒരു സസ്പെൻഷൻ പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഉണ്ടാക്കിയപ്പോഴത്തേക്കും മൊത്തം പൊട്ടിയായിപ്പോയി. അത് കാരണം തലോട്ടൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ഇല്ല, നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് വശത്ത് ഈ ഒറ്റൊരു ടയർ ഉള്ളായിരുന്നു നേരത്തെ നമ്മുടെ പോക്കിയോൻ്റെ വണ്ടിയിൽ. ഇപ്പം നമ്മൾ 2 റിയലിസ്റ്റിക് പോലെ 2 ടയർ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു വീതി കാരണം ഇത്ര തിന്നായിട്ടുള്ളതാണ് ആക്കിയേക്കണത്. പിന്നെ നമ്മുടെ പുറകിലത്തെ ഇവിടെ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. ഇവിടെ ഇങ്ങനെ ഇവിടെ 2 ലൈറ്റ് കണക്ഷൻ ഉണ്ട്. അത് ഞാൻ ഇട്ട് കാണിച്ചുതരാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ പുറകുവശത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ അങ്ങനെ ആദി ജി ടി. പിന്നെ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചുമ്മാ ഒരെണ്ണം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ അതൊക്കെ കാണിച്ചത് നമ്മൾ. പിന്നെ ഇങ്ങനെയാണ് അപ്പോൾ കാണുന്നത്. പിന്നെ ഇതാണ് ബാക്ക് വ്യൂ. നമുക്കിനി ലൈറ്റ് ഇട്ടിട്ടപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലോട്ട് നോക്കാം. നമ്മളിവിടെ ഈ അകത്തുള്ള ലൈറ്റ് വേറെ കുറച്ച് ലൈറ്റൊക്കെ ആയിരുന്നു. അത് നമ്മൾ ഈ മണ്ടവശം നമ്മൾ ഈ മണ്ടവശം ഊരിയിട്ട് നമ്മളിവിടെ പൊട്ടിച്ച് പിടിപ്പിച്ച് ഊരി, എന്നിട്ട് അതിനകത്തുള്ള ലൈറ്റ് മറ്റേ പാതിയൊക്കെ അടിച്ചു പോയായിരുന്നു ഗൈസ്. അപ്പോൾ ആ ലൈറ്റ് മാറ്റിയിട്ട് പുതിയ ലൈറ്റ് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ 2 സൈഡിൽ ഇവിടെ ഗ്രീന്, ഇവിടെ നമ്മുടെ മറ്റേ ഒരു പിങ്ക് പോലത്തെ ഒരു കളറ് നമ്മളങ്ങനെ കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് ഇൻറ്റീരിയറിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ വലിയ വ്യത്യാസമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഉള്ള പോലെ തന്നെ അങ്ങനെ. പിന്നെ ഇവിടെ മണ്ടയിലിട്ടൊരു ചെറിയ ലൈറ്റ് പോലെ ഉണ്ട്. ഇവിടെ ഇട്ടൊരു ലൈറ്റ്. പിന്നെ അകത്ത് കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഡിസ്കോ ലൈറ്റ് നല്ല കേട്ടോ സീനത്. അപ്പോൾ നമ്മൾ പുതിയ ലൈറ്റൊക്കെ ഇടിച്ച് ഇങ്ങനെ. പിന്നെ ഇങ്ങനെ അടിവശത്തോട്ട് പോകും അതിൻ്റെ സെറ്റിങ്സിലോട്ട്. ഇതാണ് അതിൻ്റെ സെറ്റിങ്സ് ഗൈസ്, ഫുൾ സെറ്റിങ്സ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് വയറിലൊരു കമ്പി പോലത്തെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളതിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ മറ്റൊരു ബലൂണിൽ കുറേ ഒരു കമ്പി പോലത്തെ ലൈറ്റൊക്കെ കിട്ടി നമുക്ക് തരലേശം ഒരു സ്മൈലി ബോളൊക്കെ പോലെ. അങ്ങനത്തെ അതിനകത്തുള്ള ലൈറ്റാണ് നമ്മൾ എടുത്തേക്കണേ. പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വശം ഈ സാധനം ശരിയാക്കിയിരിക്കണം. ഇവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെയും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചു. പിന്നെ പോണ വയർ കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു കവർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹൈ വോൾട്ട്. പിന്നെ എന്തായിരുന്നു, നമ്മളിവിടെ മറ്റേ ഒരു സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കളഞ്ഞു. അതിനറിയോ, നമ്മൾ ഈ സ്വിച്ച് ഇട്ടു അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് ഇപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞു. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ വണ്ടി അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേലൊക്കെ പോയി. എന്നിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോൾ ബാറ്ററിക്ക് ഒട്ടും ചാർജില്ല. ബാറ്ററിയുടെ മൊത്തം ചാർജ് പോകും. ബാറ്ററി തൊട്ട് നോക്കും ഭയങ്കര ചൂട് ഗൈസ്. അപ്പോൾ എന്നാന്ന് ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെയാണ് മനസ്സിലായി സ്വിച്ചിന് എന്തോ പറ്റിയിട്ട് എന്താ പറയുക, പവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ലൈറ്റ് കത്തില്ല ഗൈസ്, എന്നിട്ട് പവർ ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നം ഒന്നുമില്ല. ഇപ്പോൾ തണുത്ത് ഐസട്ട പോലെയാണ് ഇതിരിക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഇങ്ങനെ ഷോക്ക് അബ്സറൊക്കെ പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടെ. അടിവശം ഫുൾ തട്ടിക്കൂട്ടാണ് ഗൈസ്. നമ്മൾ മണ്ടയിൽ നിന്ന് കാണുന്ന പോലെയല്ലേ അടിവശം ഫുൾ തട്ടിക്കൂട്ടാണ് ഗൈസ്. അപ്പോൾ അയ്യോ ഗൈസ്, പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. ഈ ലൈറ്റൊക്കെ ഇങ്ങനെ തൊട്ട് കമ്പിയായും കൊണ്ടേ കയറ്റി വെക്കുമ്പോൾ ലൈറ്റ് കത്തണം. എൻ്റെ ഇപ്പോൾ കത്തി എൻ്റെ ബാസ്റ്റ് ലൈറ്റും പോയി മുമ്പിലത്തെ. പോയല്ല ടേസ്റ്റ് തലക്കാലത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ. അതങ്ങനെയാണ്, അടിച്ചു പോയതൊന്നും അല്ലട്ടോ ചെയ്തത്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ രാത്രി നോക്കുമ്പോൾ ഇവിടെ ആദ്യം ഇങ്ങനെ കുറച്ച് തെളിഞ്ഞാണ് ഈ മഞ്ഞ ലൈറ്റ് ആയതുകൊണ്ട്. പിന്നെ നമ്മളിവിടെ ഗ്ലാസിൻ്റെ ഇവിടെ നമ്മൾ ആയിട്ടിങ്ങനെ ചെറിയൊരു കണ്ണാടി പോലത്തെ ഒരു സെറ്റപ്പ് പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ ഈ അടിവശത്ത് ഇവിടെ ഒരു പച്ച കളർ ലൈറ്റ് കാണാൻ തോന്നും. നമ്മൾ ഇരുട്ടത്തുനിന്ന് നോക്കാൻ നേരത്തൊരു പച്ച കളർ പോലെയൊക്കെ വരും ഗൈസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ട് പച്ച കളർ പോലെ കാണാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.